ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, കൽക്കി മനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രത്യക്ഷ മഹാവിഷ്ണു സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് തന്നെയും കടന്നു വരിക. ചങ്ങനാശ്ശേരി താലൂക്കിൽ മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് ഉള്ള സ്ഥലത്താണ് കൽക്കി മന സ്ഥിതി ചെയ്യുന്നത്. മനയുടെ ഉദ്ഭവത്തിനെ പറ്റി നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരു സൈക്കിംഗ് മീഡിയം തെരേസ എന്നുള്ള പേരിലാണ്. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് അവിടെ താമസിച്ച വീട്ടിൽ പ്രധാന ദൂതന്മാർ, മാലാഖമാർ കടന്നു വന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഈ ചാനലിന് നൽകിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 3-ാം തീയതിയായിരുന്നു അത്തരമൊരു മഹനീയമായ അത്ഭുതകരമായിട്ടുള്ള ദൃശ്യത്തിന് നാം ഏവരും സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് തിരികെ നാട്ടിലേക്ക് വരേണ്ടി വരികയും ആത്മീയമായിട്ട് കൂടുതൽ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയുമൊക്കെ ചെയ്തു വരികയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി മുതലാണ് പൂജ, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും. സെപ്റ്റംബർ 10, 2025 വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹനുമാൻ സ്വാമി ഞാൻ താമസിച്ച കൊച്ചിയിലത്തെ ഫ്ലാറ്റിൽ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ലോകത്തിന് മുഴുവൻ കാണുന്നതിന് വേണ്ടി ഞാൻ അഗെയിൻ ഈ ചാനൽ നൽകുകയും ഒക്കെ ചെയ്തു. പിന്നീട് നിരവധിയായിട്ടുള്ള ആത്മീയമായ ഉന്നത തലത്തിലെ പ്രത്യക്ഷപ്പെടലുകളും നിരന്തരമായിട്ടുള്ള ആശയവിനിമയങ്ങളുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരമാണ് ഭഗവാനും മറ്റു ഉപദേവതകൾക്കുമൊക്കെയായി സ്വസ്ഥമായൊരു വാസസ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലം തന്നെ ഇപ്രകാരം ഒരു പുണ്യഭൂമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 2023 ഞാൻ ഈ സ്ഥലം എൻ്റെ സഹോദരിക്ക് എഴുതി നൽകിയതായിരുന്നു. 2026 ഞാൻ സഹോദരിയോട് തിരികെ ചോദിക്കുകയും ഇങ്ങനൊരു പർപ്പസിന് വേണ്ടി ആയതിനാൽ ആ ഒരു സ്ഥലം തന്നെ ഈശ്വരൻ തിരഞ്ഞെടുത്തതാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമാണ് ഫെബ്രുവരി മാസം 6-ാം തീയതി 2026 മാനിലയിലെ ഈ സ്ഥലത്തിൽ കല്ലടിയിൽ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഏർലി മോർണിംഗ് പ്രാർത്ഥനാ സമയത്ത് ഞാൻ ആ പ്രാർത്ഥനയിൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പാരലായിട്ട് ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പ്രതിഷ്ഠിച്ച ഭഗവാന്റെ അതേ വിഗ്രഹത്തിൻ്റെ ശിരസിൻ്റെ അതേ രൂപത്തിലാണ് അന്തരീക്ഷത്തിൽ ഭഗവാനെ, മഹാവിഷ്ണുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം ദയവായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കുക, കാണുക. ഒരുപാട് ഗിമിക്സ് ഒന്നും ഇട്ട് കാണിക്കാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈശ്വരാനുഗ്രഹമുള്ളവർ, പ്രാർത്ഥനാ മനോഭാവമുള്ളവർ ദയവായിട്ട് കടന്നു വരിക. ഇതാണ് സെപ്റ്റംബർ 3, 2025 പ്രതിഷ്ഠിച്ച മഹാവിഷ്ണു. ഇതേ ഭഗവാന്റെ ശിരസിൻ്റെ ഭാഗമാണ് ഫെബ്രുവരി 6, 2026 നിലവിൽ കൽക്കി മന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഞാനതും കൂടെ കാണിക്കാം. അത് കാണുന്ന സമയത്ത് ആളുകൾ ദയവ് ചെയ്ത് പ്രാർത്ഥനാപൂർവം അത് കാണുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 10, 2025 ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടു. ഹനുമാൻ സ്വാമിയുടെ മുഖം ഭഗവാന്റെ വലത് കരങ്ങളുടെ നേരെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ
ഈ ഒരു ജന്മത്തെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലാക്കാൻ പറ്റുന്നവർ വളരെ ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. അപ്പോൾ കാണാൻ സാധിക്കുന്ന ആളുകൾ കാണുക, വെറുതെ അത് കാണാൻ ശ്രമിക്കരുത്. പകരം പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പലപ്പോഴും ദേവതകൾ സത്യമാണോ, അവർക്ക് രൂപമുണ്ടോ, മാലാഖമാർ സത്യമാണോ, അവർക്ക് രൂപമുണ്ടോ, നമ്മൾ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നു, ഇതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത്, ഈശ്വരനുണ്ടോ, ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ കാലാകാലങ്ങളായിട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റുവാനായിട്ടും അതിനനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ടും ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ കാണുവാനും പറ്റുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, ചിന്തകളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പ്രാർത്ഥനാപൂർവ്വം ദയവായിട്ട് കാണുക. വ്യക്തിപരമായിട്ട് സ്പിരിച്വൽ കൺസൾട്ടേഷൻസ്, അതിപ്പോൾ സോൾ കമ്മ്യൂണിക്കേഷനോ സൈക്കിക് മീഡിയംഷിപ്പോ ടാരോ സെഷനോ അതല്ല എങ്കിൽ ബുക്സിന് വേണ്ടിയാണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താഴ്ത്തുന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. എനിക്കെൻ്റെ ഒഫീഷ്യൽ ജോലിയുണ്ട്. ഞാനൊരു ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കിൻ്റെ സമയത്തിന് ശേഷം അപ്പോൾ അത് മാനേജ് ചെയ്ത് വേണം സെഷൻസ് നൽകാനായിട്ട്. ദയവായിട്ട് എല്ലാവരും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 10, 2025 ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് ഇപ്പോൾ കാണാം. ഇതാണ് ആ ചിത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഭഗവാന്റെ ശിരസിൻ്റെ നേരെ ബാക്ക് സൈഡിൽ വളരെ ശക്തമായിട്ടുള്ള ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ഹനുമാൻ സ്വാമിയുടെ മുഖം, നരച്ച താടിയുമൊക്കെ ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു. ഒരുപാട് സന്തോഷവും അനുഗ്രഹീതവുമായിട്ടുള്ള നിമിഷമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഫെബ്രുവരി 6, 2026 കല്ലിടിയിൽ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഏർലി മോർണിംഗ് പ്രാർത്ഥനാ സമയത്തെ ചിത്രങ്ങളാണിത്. ഇതിൽ ഞാനിരിക്കുന്നതിൻ്റെ നേരെ വലതുവശത്തായിട്ട് ആ ഒരു പച്ച ക്ലോത്ത് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നേരെ താഴെ ഒരു ശിരസ് ഫോം ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് എടുത്ത ഫോട്ടോസായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനതൊരു ഗ്രീൻ ലൈനിലൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താ ഈ ഇമേജിൽ ആ ശിരസ് വളരെ വ്യക്തമായിട്ട് കാണാം. ഇനി അത് മാർക്ക് ചെയ്ത് കാണിക്കാം. ആ ഗ്രീൻ സ്ക്വയറിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഭഗവാന്റെ ശിരസ്സാണ്, കിരീടധാരിയായിട്ടുള്ള ഭഗവാന്റെ മുഖം. അതാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭഗവാന്റെ വിഗ്രഹം എൻ്റെ നേരെ മുമ്പിൽ പീഠത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതേ വിഗ്രഹത്തിൻ്റെ ശിരസ്സാണ് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത്രയും ഈശ്വരാധീനമായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കുക, ദേവതകൾ കടന്നു വരിക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ജന്മത്രയും വളരെ അധികം പ്രാധാന്യത്തോടു കൂടി ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനാപൂർവ്വം മാത്രം ദയവായിട്ട് നിങ്ങളൊക്കെയും ഇത് കാണുക. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും വിശാഖം നക്ഷത്രത്തിൽ മാത്രമാണ്
മനയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൂ. കാര്യം അതൊരു റെസിഡൻഷ്യൽ പ്ലേസും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിനോ കാര്യങ്ങൾക്കോ ഉള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് വിശാഖ നക്ഷത്രത്തിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ദയവായിട്ട് പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടു കൂടി മാത്രം കടന്നു വരിക, ഇതൊക്കെ കാണുക, മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിനെ വീണ്ടും മാറ്റുക നന്മയിലേക്ക്. താങ്ക് യു.